ഹലോ കൂട്ടുകാരെ, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു അടിച്ചുപൊളി ട്രിപ്പ് പോയിട്ട് വന്നാലോ? കൊല്ലത്തുള്ള നജാത്ത് ഹോളിഡേയ്സിലാണ് ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് ഈ ട്രിപ്പ്. അപ്പോൾ നമ്മളിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് MKLM-HSS കണ്ണനല്ലൂരിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ക്രൂ ആയിട്ടുള്ളത് ഞാനും നമ്മുടെ പോറ്റി എന്ന് വിളിക്കുന്ന ബിബിനും ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ പാക്കേജ് ചെയ്യുന്ന സാഗ ടൂർ പാക്കേജസിൻ്റെ ഓണറായ ആസിഫ് സാഗയുമാണുള്ളത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ പാക്കേജ് മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത് ആസിഫ് സാഗയാണ്. നമ്മുടെ ആസിഫിനെ പഠിപ്പിച്ച ടീച്ചറും ഈ ട്രിപ്പിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കൊല്ലത്തെ കണ്ണനല്ലൂരിൽ നിന്നും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ പോയത് കൊടൈക്കനാലാണ്. കൊടൈക്കനാലിലെ സൈറ്റ് സീയിങ് എല്ലാം കണ്ട് രാത്രി സ്റ്റേ ചെയ്യുമ്പോൾ ഉള്ള സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണിത്, ക്യാമ്പ് ഫയറും DJയും. അപ്പോൾ നമ്മുടെ പിള്ളേർ എല്ലാം നല്ല മൂഡിലാണ്. അപ്പോൾ പിള്ളേരെ കൂടെ തുള്ളാനായിട്ട് നമ്മളും ഇറങ്ങിയായിരുന്നു കേട്ടോ. വർഷങ്ങളായിട്ട് സ്കൂള്, കോളേജ്, ഫാമിലി, കമ്പനി ട്രിപ്പുകൾ പോയിട്ടുണ്ടെങ്കിലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഇത്. നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു ട്രിപ്പാണ്. നമുക്ക് സ്റ്റാഫൊക്കെ ആയാലും സാറന്മാരായാലും പിള്ളേരായാലും എല്ലാവരും നമ്മുടെ അടുത്ത് നല്ല കമ്പനിയായിരുന്നു. സാറന്മാരും പിള്ളേരും ഒരേ വൈബ്, അതാണ് എടുത്തു പറയേണ്ടത്. ചില ട്രിപ്പുകൾ പോയാൽ കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര അസ്വസ്ഥയായിരിക്കും. ഒന്നുകിൽ പിള്ളേർ കമ്പനി ആവത്തില്ല, അല്ലെങ്കിൽ സാറന്മാർ കളിപ്പായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. അപ്പോൾ അന്നത്തെ സ്റ്റേ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ പോയി സൈറ്റ് സീനൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും മാട്ടുപ്പെട്ടി ഡാമിൽ നമുക്കൊരു ഉഗ്രൻ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബ്ലോക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്ലോക്കിൽ നിന്ന് കര കയറാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത്, സ്റ്റേ അടിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് വണ്ടർലയാണ് പിറ്റേ ദിവസം. അപ്പോൾ ഇന്നത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ മൂന്നാറാണ്. നേരെ വെളുപ്പിന് എടുത്ത് നമ്മൾ നേരെ വണ്ടർലേക്ക് വിടും. ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത വേറൊന്നും കൂടെ ഉണ്ട്. പിള്ളേരുകളെല്ലാം നല്ല പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരായതുകൊണ്ട് കറക്റ്റ് സമയത്ത് അവർ പോവുകയും കറക്റ്റ് സമയത്ത് വണ്ടി വരാൻ പറയുന്ന ടൈമിന് അവർ തിരിച്ച് വണ്ടിയിൽ കയറുകയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. സാറന്മാർക്കും തലവേദന ഇല്ലായിരുന്നു. അതുകൊണ്ട് സാറന്മാർ ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ പിള്ളേർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി വോക്കൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. I need
നജാത്തിൽ എൻ്റെ മൂന്നാമത്തെ ട്രിപ്പാണ്. ഞാൻ ലീവ് ഓടാനാണ് വരാറുള്ളത്. ഇതിൻ്റെ സ്ഥിരം ഡ്രൈവറുടെ പേരും വിഷ്ണു എന്നാണ്. അവരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ട്രിപ്പ് തീരാറാവുമ്പോൾ ഒരു ചടങ്ങുണ്ട്. നമ്മൾ വണ്ടിയിൽ വന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറയും. അതാണ് നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നത്. ആൾക്കാരായിട്ടുള്ള ആസിഫ്, വിഷ്ണു, ബിബിൻ ഇവരുടെ അടുത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ കപ്പിത്തെ വിഷ്ണുവിന്റെ സീന ചുരമൊക്കെ ഓട്ടിപ്പോ നിങ്ങൾ ഫ്രണ്ട് ഇരുന്ന് കണ്ടാൽ രോമാഞ്ചം വരും. അമ്മാതിരി ഡ്രൈവിങ് ആള് വിഷ്ണുവിന്റെ ഭയങ്കര ബിസിയാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ഭയങ്കര ബിസിയാണ് ആള്. ഇവർക്ക് എല്ലാവർക്കും പ്രത്യേക നന്ദി. അപ്പോൾ ഈ വർത്തമാനം പറയുന്ന യവനായിരുന്നു ഈ ട്രിപ്പിലെ താരം. രാത്രിയെന്നില്ല പകലെന്നില്ല, കൂടെ എപ്പോഴും കാണും ക്യാബിനിൽ. എന്നാൽ പിള്ളേരുമായിട്ട് നല്ല കമ്പനിയാണ് അവൻ. ടീച്ചർമാരും സാറന്മാർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അവനെപ്പറ്റി. അവൻ മാത്രമല്ല കേട്ടോ, എല്ലാ പിള്ളേരും, എല്ലാ കൊച്ചു കൂട്ടുകാരും എല്ലാവരും നല്ല ഹാപ്പി മൈൻഡായിരുന്നു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പായിരുന്നത്. അപ്പോൾ ഈ ട്രിപ്പ് പോകാൻ വേണ്ടി എന്നെ വിളിച്ച വിപിൻ പോറ്റി, ആസിഫ് സാഗ, പിന്നെ നമ്മുടെ MKLM HSS കണ്ണനല്ലൂരിലെ എല്ലാ ടീച്ചർമാർക്കും, എല്ലാ സാറന്മാർക്കും, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും, എല്ലാ പിള്ളേരുകൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് കൊച്ചു കൂട്ടുകാരുമായിട്ട് ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പാസഞ്ചർ പോലെ ഇരിക്കും നമ്മളുടെ മൈൻഡും കാര്യങ്ങളൊക്കെ. ഒരുപാട് നല്ല ട്രിപ്പുകളും ഒരുപാട് മനസ്സ് മടുപ്പിക്കുന്ന ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ട്രിപ്പ്? അടിപൊളിയല്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിച്ചുപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.